സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസിൽ കൊണ്ടുപോകാം. അതും ഫുൾ ഓൺലൈൻ നമുക്ക് വണ്ടി ഈ ഒരു വാഹനം നമുക്ക് ഇതാണ് ഫുൾ ഓൺലൈൻ തന്നെ. നമുക്ക് 25 രൂപ വണ്ടി കൊണ്ടുപോകും ചെയ്യാം. പ്രൈസ് വെക്കുന്നത് ആകെ 3 രൂപ. ഫുൾ ഓൺലൈൻ നമുക്കൊരു ഡീസൽ SUV മൈലേജ് കിട്ടുന്ന വണ്ടി. ഇനി അടുത്തോണ്ട് സ്വിഫ്റ്റ് ഫുൾ ഓൺ നോക്കുന്നവർക്ക് ഇതാണ് നമുക്കൊരു കിടിലൻ വണ്ടിയാണ്. 13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടില്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം മുകളിലും ചെയ്ത് കൊടുക്കാം. അതിന്റെ മുകളിലും ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ചെറിയൊരു ബൈക്കിന്റെ പ്രൈസിനും ബൈക്കിന് EMI ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അതുപോലെ ഓൾട്ടോ 800 വരുന്നുണ്ട്, നമുക്ക് ഇന്നോവകൾ വരുന്നുണ്ട്. അതേപോലെ അത്യാവശ്യം മോഡൽ കൂടിയതും ഫുൾ ഫ്ലോറിലൊക്കെ ഇറക്കാൻ പറ്റുന്ന സ്വിഫ്റ്റ്, i20, സെൽട്ടോസ്, അതേപോലെ തന്നെ നമുക്ക് ഇതാവണു സോണറ്റ് വരുന്നുണ്ട്, സിറ്റി വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാം നല്ല ബഡ്ജറ്റുള്ള പ്രൈസിൽ ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റുന്ന ഒത്തിരി നല്ല വാഹനങ്ങൾ നമ്മളെ ദോസ്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ള വീണ്ടും ഡോസ്റ്റിന്റെ രണ്ടാമത്തെ ഒരു പാർട്ടിയാണ്. അഷ്റഫ് ഖാനും കൂടെ ഉള്ളത്. അതൊക്കെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അത്യാവശ്യം നമുക്ക് ഫുൾ ഓണിലൊക്കെ ഉള്ള അത്യാവശ്യം നല്ല വാഹനങ്ങൾ നമ്മൾ ഒത്തിരി വാഹനങ്ങളുണ്ട്. അപ്പൊ നമ്മളെ ദോസ്തിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് നിങ്ങള് മലപ്പുറം പെരിന്തൽമണ്ണ റോഡില് അരിപ്ര സ്കൂൾ പടി, പാലക്കാട് നാഷണൽ ഹൈവേ ആണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഹൈവേ തന്നെയാണ് നമ്മുടെ ഷോറൂം വരുന്നത്. നമ്പറൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന നല്ലൊരു കിഡിലൻ സോണറ്റ് ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2023 മോഡലാണ്. 23 മോഡൽ വണ്ടി അല്ലേ? 38,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട്. 38,000 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സൺറൂഫ് അടക്കം കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ഫോർഡ് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം അത്യാവശ്യം നമുക്കൊരു അപ് ടു 90% ടയേഴ്സ് ഒക്കെ വരുന്ന ന്യൂ മോഡൽ വണ്ടി അല്ല? 24 മോഡല്, അത് 38,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്കൊരു 7,45,000 ഒരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസ് കൊണ്ടുപോകാം. അതും ഫുൾ ഓണിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. ഡീസലാണോ പെട്രോൾ ആണോ? പെട്രോൾ ആണ്. അത്യാവശ്യം മൈലേജും കിട്ടൂല. ഇനി നമ്മൾ അതിന്റെ നേരെ കുഞ്ഞനുജനാണ് നമ്മളെ എലൈറ്റ് ആയിട്ട് ന്യൂ മോഡലാണ്. ഫസ്റ്റ് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 മോഡലാണ്. 1,20,000 കിലോമീറ്റർ ഓടിന്റെ സിംഗിൾ ഓണർ ഉണ്ട്. അപ്പൊ നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് ആണ്. പക്ഷെ നമുക്ക് നല്ല മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ് അല്ലേ? സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പുതിയൊരു വാഹനത്തിൽ അതേ ഫീലും ഏറ്റവും ടോപ്പ് എൻഡില് നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 6,70,000. ഫുൾ ഓൺ എടുത്തു. ഈ ഒരു വാഹനം നമുക്ക് ഇതാണ് ഫുൾ ഓൺ തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് ഉള്ളത്. അടുത്ത നമുക്കൊരു 7 സീറ്റർ ആണ്. ഡീസൽ ഒരു 7 സീറ്റർ. ഏകദേശം ഒരു സ്വിഫ്റ്റിന്റെ ഒക്കെ മാതിരി നമുക്ക് 7 പേർക്ക് പോവും ചെയ്യാം. 18-20 മൈലേജും കിട്ടുന്ന ഒരു എർട്ടിഗ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2015 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് 150 ഓടിയുണ്ട് കേട്ടോ. ഓക്കെ. നമുക്ക് എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല? റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്കൊരു 4.25 ലക്ഷം രൂപ കൊടുക്കും. ചെറിയൊരു പ്രൈസിൽ നമുക്ക് 7 സീറ്റർ ഡീസൽ. ഇതിനെന്താ വെച്ചാൽ നമ്മൾ ടാക്സിയിലാണ് വണ്ടി ഇപ്പൊ ഉള്ളത്. ടാക്സിക്കാർക്കാണെങ്കിൽ നമുക്ക് ടാക്സി കൊടുക്കാം. അങ്ങനെയും കൊടുക്കാം. ഓൾറെഡി ടാക്സിയിലാണ് നിൽക്കുന്നത്. ലൈഫ് ടാക്സ് ഉള്ള വണ്ടിയാണ് ഓൾറെഡി ഓടുന്നത്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് പ്രൈവറ്റിൽ ഇറങ്ങിയ വണ്ടിയാണ്. പിന്നെ സെക്കൻഡ് അതുകൊണ്ടാണ് ലൈഫ് ടൈം ഉള്ളത്. 4.25 ചോദിക്കുന്നത്. ചെയ്ത് കൊടുക്കാൻ പറ്റും. പുതിയ ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൈലേജും കിട്ടും. അപ്പൊ ടാക്സി ആയിട്ട് 7 സീറ്റർ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. അതേപോലെ നമുക്കൊരു ഡസ്റ്റർ ഇല്ല, 85 അല്ലേ പേരുന്ന്? 85 ആണ്. സോ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും കംഫർട്ടും ഒക്കെ കിട്ടുന്ന വണ്ടിയാണ്. 13-14 മോഡൽ അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ വരുന്നത് 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 45 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 13 മോഡൽ വണ്ടിയാണ്. അത് നമുക്കൊരു 3 റുപ്യ കൊടുക്കാം. 3 റുപ്യ ഏകദേശം ഒരു 25 റുപ്യ ബാക്കി ഫിനാൻസ് വണ്ടി ഇറക്കും ചെയ്യാം. അപ്പൊ ഇതിന്റെ അട്രാക്ഷൻ പറഞ്ഞ SUV ആണ്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഒരു 25 രൂപ വണ്ടി കൊണ്ടുപോകും ചെയ്യാം. പ്രൈസ് വെക്കുന്നത് ആകെ 3 രൂപ. അടുത്ത നമുക്ക് ഓഫർ പ്രൈസ് അടിച്ചു കൊടുക്കണം. ഓഫർ പ്രൈസിൽ കൊടുക്കുക. അടുത്ത വീണ്ടും ഒരു KUV 100 ആണ്. ഒരു മിനി SUV ടൈപ്പ് വാഹനമാണ്. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം. എങ്ങനെയാണ്? 16 മോഡൽ വണ്ടിയാണ്. ഡീസൽ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 99,000 ഏകദേശം നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. 2.25 ലക്ഷം രൂപ കൊടുക്കാം. 2.25 ലക്ഷം. അതും ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ലോൺ നമുക്കൊരു ഡീസൽ SUV മൈലേജ് കിട്ടുന്ന വണ്ടി. ഇനി അടുത്തോണ്ട് സ്വിഫ്റ്റ് ഫുൾ ലോൺ നോക്കുന്നവർക്ക് ഇതാണ് നമുക്കൊരു കിടിലൻ വണ്ടിയാണ്. മോഡൽ കൂടിയ വണ്ടി. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2021 മോഡൽ വണ്ടിയാണ്. 21 മോഡൽ കിലോമീറ്റർ കാര്യങ്ങൾ ആണ്. 85,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് നമുക്ക്
ഒരു 5 MB കൊടുക്കാം. 5 MB നമുക്ക് കൊടുക്കാൻ പറ്റും. കൊടുക്കാം. അത് ഏകദേശം നല്ല ട്രാക്കുള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം. 21 മോഡലാണ്. 10, 20, 30 മുടക്കി നമുക്ക് കൊടുക്കാം. ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ തന്നെ നമുക്ക് ഈ സ്വിഫ്റ്റ് കൊണ്ടാകാം. അത് 21 മോഡൽ സിംഗിൾ ഓൺഷിപ്പ്. അടുത്തതാണ് നമുക്ക് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. അടിപൊളി ബ്ലഡ് റെഡിൽ വരുന്ന ഒരു എക്സ്പ്രസോ 22 മോഡൽ. 22 മോഡൽ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? കിലോമീറ്റർ ആകെ 13,000 കിലോമീറ്റർ ഓടി. വണ്ടി ഓടിയിട്ടില്ല ആകെ 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇന്ന് വന്ന സ്റ്റോക്കാ. ഇന്ന് ഒന്നാണ്. അപ്പൊ നമുക്കൊരു പുതിയൊരു വാഹനം എടുക്കുന്ന അതേപോലെ നമുക്ക് എടുക്കും ചെയ്യാം. വെറും 13,000 കിലോമീറ്റർ 22 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് VXi പ്ലസ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 4,45,000 രൂപ കൊടുക്കാം. 4,45,000 കൊടുക്കാം. ആകെ 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? അപ്പൊ ചെറിയ കിലോമീറ്റർ ഏകദേശം ലോണും കിട്ടും. ഒരു 30 നമുക്ക് ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ സിറ്റിയാണ്. അതും വൈറ്റ് ഫിനിഷിംഗില് സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന നല്ല ഫീച്ചേഴ്സും അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2020 മോഡൽ വണ്ടിയാണ്. പെട്രോൾ VX ഏറ്റവും ടോപ്പ് ഓപ്ഷൻ. പക്ക പ്രീമിയം ലെവലിൽ വരുന്ന ഒരു വാഹനമാണ്. വണ്ടി ആകെ ചെറിയ കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ഓടിയിട്ടില്ല. വണ്ടി മേജറായ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇല്ലല്ല, വലിയ പ്രശ്നങ്ങളൊന്നും. ഫ്രണ്ട് തട്ടിയതാണ് കേട്ടോ. എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത്? നമുക്കൊരു 8,65,000 രൂപ. 8,65,000 ഫുൾ ഓണും ചെയ്യാലോ? ഫുൾ ഓൺ. അതും ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം മുകളിലും ചെയ്ത് കൊടുക്കാം. അതിന്റെ മുകളിലും ക്യാഷ് ബാക്കിലാണ് നമുക്ക് അടുത്ത് നമുക്കൊരു ഇനോവ ഉണ്ട്. ഏതായിരുന്നു മോഡൽ? 2012 മോഡലാണ്. 12 മോഡൽ. ഏതായിരുന്നു ഓപ്ഷൻ? G4 ആണ്. 2,45,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ആണ്. അല്ല, നമ്പറായ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ. അവിടെ ഒരു ഓണർ, ഇവിടെ ഓണർ. 2ാമത്തെ ഓണറാണ് ഇത്. അവിടെ പക്ഷെ കറക്റ്റ് ക്വാളിറ്റി വണ്ടി. ഇന്റീരിയല് കാര്യങ്ങളൊക്കെ ഇതിപ്പോ വണ്ടി വന്നോളൂ, വൃത്തിയാക്കിയില്ല. ടച്ചിങ്ങും പോളിഷും കാര്യങ്ങളൊന്നും ചെയ്തില്ല. കേരള വണ്ടിന്റെ ഇന്റീരിയലും കാര്യങ്ങളൊക്കെ അത്രയും ക്വാളിറ്റി വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 5,85,000 രൂപ. 5,85,000 ക്വാളിറ്റി ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം. വന്ന് ഇഷ്ടപ്പെട്ട നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വണ്ടി വൃത്തിയാക്കാണ്ട് ഫുള്ള് വൃത്തിയാക്കി കൊടുക്കും. വൃത്തിയാക്കിയിട്ട് നമ്മള് മൊത്തം ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ എല്ലാം വൃത്തിയാക്കിയിട്ട്. ഓക്കെ. അടുത്ത നമുക്കൊരു ജാസ് ആണ്. ഏകദേശം നമുക്കൊരു സെഡാന്റെ സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഹാച്ച് ബാക്ക് ആണ്. ഡീസലാണ് വണ്ടി വരുന്നത്? ഡീസൽ. അത് പെട്രോൾ ആണ്. സോ നമുക്ക് മെയിൻ്റെനൻസ് തീരെ ഉണ്ടാവില്ല. അത് 15 മോഡൽ 16 സിംഗിൾ ഓണർ 85,000 ഓടി വണ്ടി. 85,000 ഓടി വണ്ടിയാണ്. നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ് അല്ലെ? പിന്നെ പൊതുവെ നമുക്ക് പെട്രോൾ ആയതുകൊണ്ട് മെയിൻ്റെനൻസ് തീരെ ഉണ്ടാവില്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 3 MB കൊടുക്കാം. 3 MB നമുക്ക് എത്ര രൂപയ്ക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും. അടുത്താണ് ന്യൂ മോഡലിൽ വരുന്ന ഒരു ഓൾട്ടോ 800. നമുക്ക് 3 വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2022 മോഡൽ 23 രജിസ്ട്രേഷൻ വണ്ടി. സിൽവർ ഫിനിഷിംഗ് ആണ്. നല്ല നീറ്റായ വണ്ടി. ഓൺഷിപ്പ് സിംഗിൾ. ഓണർഷിപ്പ് സിംഗിൾ. 44,000 കിലോമീറ്റർ. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 3,65,000 രൂപ. 3,65,000 എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം? ഏകദേശം ഒരു 10-50 റുപ്യന്റെ ഉള്ളിൽ നമുക്ക് ഇറക്കാം. 40 റുപ്യ റേഞ്ചിലുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഞാൻ ഇതിന്റെ ഒരു ഗ്രാനൈറ്റ് ഗ്രേ ആണ്. ഇതാണ് ഒരു 10-20 റുപ്യന്റെ വണ്ടി ഇറക്കാം. സിംഗിൾ ഓണർ വണ്ടി. 2020 മോഡൽ VXi വരുന്നത് കേട്ടോ. VXi വരുന്നത്. ഓക്കെ. അത് നമുക്ക് നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു 20 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. അതെ, 20 രൂപ വണ്ടി ഇറക്കാം. ഇത് നമുക്ക് 2,95,000 രൂപ. 2,95,000 20 മോഡല് VXi വണ്ടി കേട്ടോ. VXi ആണ്. ടോപ്പ് ലോഡ് വണ്ടിയാണ്. 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. അത് ഓഫർ പ്രൈസ് ആണ്. മാർക്കറ്റ് അന്വേഷിച്ചു. ഓഫർ പ്രൈസ് ആണ്. കുറയാനൊന്നുമില്ല. ഞാൻ ഒരു വൈറ്റ് ഫിനിഷിംഗ് കൂടി ഉണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ? അത് 2019-20 വണ്ടിയാണ്. കിലോമീറ്റർ 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഇത് നമുക്ക് 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ ഏകദേശം നമുക്ക് 10-20 റേറ്റ് മുടക്കണമെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അപ്പൊ ഈ മഴക്കാലൊക്കെ ആയതുകൊണ്ട് ചെറിയ ബഡ്ജറ്റില് നമുക്ക് ചെറിയ മുടക്കിലൊക്കെ വാങ്ങാൻ. ഇതെന്താ, അതിപ്പോ പുതിയ വന്ന സ്റ്റോക്കാണ്. ഇപ്പൊ വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മളൊരു ഓഫർ പ്രൈസിൽ അങ്ങനെ കൊടുക്കുകയാണ്. VXi വണ്ടി. അല്ല റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്താ വെച്ചാൽ ഇത് ഓണർഷിപ്പ് മാറണം എന്നാണ് ഉണ്ട് വന്നേക്കുന്നത്. അപ്പൊ ഒരാഴ്ച സമയം ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഓണർഷിപ്പിൽ പെട്ടെന്ന് കൊടുക്കാം. ആ റേറ്റ് പറഞ്ഞത് ഫൈനൽ റേറ്റ് ആണ്. അപ്പൊ അതിന് പറയാനൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നോക്കണോലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്നോളി. നമുക്ക് അടിപൊളി വണ്ടിയാണ്. നമ്മുടെ ദോസ്തിലായിരുന്നു. ലൊക്കേഷൻ വരുന്നത് അരിപ്രയാണ്. അതായത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ മലപ്പുറത്തിനും പെരിന്തൽമണ്ണയ്ക്ക് ഇടയിലായിട്ടാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു. വീണ്ടും കാണാം. റിയാസ് അഷ്റഫ്.